ഹോസ്പിറ്റലിലാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ആ കുട്ടികൾക്ക് ഇപ്പോൾ അവരുടെ ജീവിതകാലമായെന്ന് വെച്ചാൽ അവരുടെ ഫുഡ്, അവരുടെ കാര്യങ്ങളൊക്കെ നടത്താൻ സാമ്പത്തികം ഒട്ടുമില്ലാത്തൊരു അനീതിയാണ് അവരുടെ അമ്മയുടെ അനീതി എന്ന് പറയുന്നത്. അപ്പോൾ ഈ കുട്ടികളുടെ നിത്യ ജീവിതത്തിന് വേണ്ടി കുറച്ച് എന്തെങ്കിലും പൈസ, അതുപോലെ ഈ ജിതിൻ്റെ അമ്മയും അച്ഛനും ഒക്കെ ഒരു വരുമാനമില്ലാത്തവരാണ്. അവർക്ക് എന്തെങ്കിലും ഈ ഹോസ്പിറ്റലിൽ നിന്ന് അവിടെ ചിലവുണ്ട് അവർക്ക്. അത് ഒക്കെ നടത്തണമെങ്കിൽ ഒരു ചെറിയ സഹായം വേണമെന്ന് ആ കുടുംബത്തിൻ്റെ ഒരു ചെറിയ നമ്മുടെ ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് കൊടുക്കണമെങ്കിൽ തന്നെ അത് എന്തെങ്കിലും ഒരു ചെറിയ തുക കൊടുക്കണം. അപ്പോൾ ആ ഫണ്ടിൽ നിന്ന് എടുത്ത് കൊടുക്കാനുള്ള തീരുമാനമാണ് സംഘാടക സമിതിയുടെ അനുമതിയോടെ. അങ്ങനെ ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഹോസ്പിറ്റലുകാരെ ആവശ്യപ്പെട്ടതുകൊണ്ടാണ് 2 ലക്ഷം രൂപ വന്നിരിക്കുന്ന ഫണ്ടിൽ നിന്ന് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇനിയും ഇപ്പോൾ MLAയുടെ കത്ത് ചെന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ അവർ ചോദിക്കുന്നില്ല. കാരണം MLA അതിൻ്റെ ഒരു ലെറ്റർ കൊടുത്തതായിട്ട് ഞാൻ കാണുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ചോദിക്കാത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും വരുന്ന ഫണ്ടുകളിൽ MLA എന്ത് പറയുന്നുവോ അതനുസരിച്ച് ചെയ്യാനാണ് പഞ്ചായത്തിൻ്റെ നീക്കം. അതായത് ഞങ്ങൾ ഒന്നുകൂടി ഒരു MLAയും കൂടി ഉൾപ്പെടുത്തി നമ്മളൊരു സംഘാടക സമിതി കൂടി വിളിച്ച് കൂടുതൽ ആനുകൂല്യങ്ങളും അവർക്ക് വേണ്ട എല്ലാവിധ സഹായങ്ങളും ചെയ്യാനാണ് പഞ്ചായത്ത് ആലോചിക്കുന്നത്.